ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാട്ടിത്തരാൻ പോകുന്നത് പപ്പട പൊടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പപ്പടം വെയിലത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ മാവിൽ മുക്കി വറുക്കാനൊക്കെ അത് നല്ലതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. ബോളിപ്പപ്പടം എന്നാണ് ഇതിനവർ പറയുന്നത്. 10 എണ്ണം. ഉപ്പ് ആവശ്യത്തിന്. ഈ ഉപ്പിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഈ പപ്പടം നല്ല ഉപ്പുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഉപ്പ് വളരെ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാവുള്ളൂ. കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, ജീരകം, ഇതൊരു 1/2 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം ഇതിലോട്ട് ഇടുക. അപ്പോൾ എല്ലാം ഇട്ട് ഉപ്പ് ഞാൻ വളരെ സൂക്ഷിച്ച് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നില്ല. ബാക്കി നമുക്ക് പിന്നെ വേണേൽ ഇടാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം വളരെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് കലക്കിയിടും. കൂടിപ്പോകാൻ പാടില്ല. ഒരുമാതിരി ആയി വരുന്നു. ഇപ്പോൾ ആകെ 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ കുറച്ചുകൂടെ ഒന്ന് ലൂസാകണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം വളരെ സൂക്ഷിച്ച് വേണം. കൂടിപ്പോയാൽ പിന്നെ നമുക്ക് പൊടിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എങ്കിലും കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഇച്ചിരിയുടെ വെള്ളം വേണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളവും ഇച്ചിരിയും കൂടെ ഒരു 2 ടീസ്പൂൺ കൂടെ ഒഴിച്ചത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ കിട്ടിയത്. ഇനി നമുക്ക് എണ്ണയിലിട്ട് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തു. എണ്ണ ഒരുമാതിരി ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ബാറ്റർ ഒന്ന് ഇളക്കണം. എന്നിട്ട് പപ്പടം മുക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇത് വീട്ടിലെ യൂസ് ആയതുകൊണ്ട് ഈ ഒരു പപ്പടം മൊത്തം എടുക്കണമെന്നില്ല. അത് മുറിച്ച് ഒരു 4ആയിട്ട് മുറിച്ച് അത് മുക്കി വറുത്താലും മതി. ഇതിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഇവിടം ഈ ലെവൽ വരെയെങ്കിലും വേണം. ഈ ഇത്രയും വലിയ പപ്പടം മുങ്ങിക്കിട്ടാൻ. അപ്പം നമ്മൾ 4/1 ആയിട്ട് മുറിച്ചിട്ട് വറുത്താലും മതി. അപ്പോൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചിട്ടാണ് ഇനിയുള്ളത് ഇടുന്നത്. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അല്ലെങ്കിൽ വേണ്ടി വരുന്നത് ഈ പൊടി ഈ ബാറ്റർ ഇച്ചിരി കൂടെ വലിയ പാത്രവും കുറേ അധികം ബാറ്റർ വേണ്ടി. അപ്പം ഇതാകുമ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് മുക്കിയും എടുക്കാം. തിന്നുമ്പോൾ നല്ല കറുമുറാന്നിരിക്കുന്നു. ഉണ്ടാക്കിയപ്പോഴും നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വറുത്തെടുക്കും. നമ്മുടെ കറുമുറ തിന്നാനുള്ള പപ്പട പോളി റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.